ഫ്രണ്ട്സ്, നമ്മൾ മലയാളികൾ മിക്ക ദിവസവും ദോശ ഉണ്ടാക്കാറുണ്ട്. അപ്പം ചില ദിവസം ദോശ അധികം വരും, അല്ലെങ്കിൽ ദോശമാവ് അധികം വരും. അങ്ങനെ വരുന്ന സമയത്ത് അത് കളയാതെ നമുക്ക് ഒരു കൂട്ടം കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അധികം വരുന്ന ദോശയും ദോശമാവും ഒന്നും കളയരുത്. നമുക്ക് ഉജാല എന്ന് ഒഴിച്ച് നോക്കിയാൽ എങ്ങനെ ഇരിക്കും നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷനോട് എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടി അപ്പോൾ തന്നെ വീഡിയോയും കാണാൻ സാധിക്കുന്നതാണ്. രാവിലെ ആദ്യം വന്ന് ദോശ എടുത്തിട്ടുണ്ട്, ഒരു 4 ഉണ്ട്. അപ്പോൾ അത് ഇതിവിടെ കാണിക്കുന്ന പോലെ ഒന്ന് ചുരുട്ടി എടുക്കുന്നുണ്ട്. അങ്ങനെ ചുരുട്ടി എടുത്തിട്ട് അതൊന്ന് ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ സ്ട്രിപ്പ് കണക്കെയാണ് നമ്മൾ ആ ദോശ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോഴേ എടുത്തിരിക്കുന്ന ദോശ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. എടുത്തിരിക്കുന്ന ഒരു മീഡിയം സൈസ് സവാള, അതുപോലെ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. എടുത്തിരിക്കുന്ന വെളുത്തുള്ളി ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ സവാളയും കട്ട് ചെയ്തെടുക്കുന്നു, തക്കാളിയും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സവാള കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ വേരിൻ്റെ ഭാഗം കട്ട് ചെയ്യാതെ ഇവിടെ കാണിക്കുന്ന പോലെ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാം ഒരേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ സവാള അരിയുന്ന സമയത്ത് നമ്മൾ എടുത്ത് 2 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്ത് അത് സവാള തൊലി കളഞ്ഞ് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണ് നീർത്തില്ല. അതുപോലെ സവാളയുടെ വേരിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്യാതിരിക്കുകയാണെങ്കിൽ കണ്ണ് നീറുന്നതും ഒഴിവായി കിട്ടുന്നതായിരിക്കും. അപ്പം എടുത്തിരിക്കുന്ന വെളുത്തുള്ളി, സവാള, അതുപോലെ തക്കാളി എല്ലാം നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പാൻ വെച്ചു. പാനിലോട്ട് കുറച്ച് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം വരത്തക്ക രീതിയിൽ കോൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നന്നായിട്ട് ചൂടാകാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി വാടി വരുമ്പോഴത്തേക്കും നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയെക്കാട്ടിലും നമുക്ക് നല്ലത് സൺഫ്ലവർ ഓയിൽ, അല്ലെങ്കിൽ അതുപോലുള്ള റിഫൈൻഡ് ഓയിലായിരിക്കും നല്ലത്. സവാളയൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാളയുടെ കളറൊന്ന് മാറി വരുന്ന സമയത്തൊക്കെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. കോൺ ഓയിൽ ഒഴിച്ചു. അതിന് പകരം നമുക്ക് നെയ്യ് ആണെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് ക്രഷ്ഡ് ഡ്രൈ ചില്ലി, അതുപോലെ 1 ടീസ്പൂണിൽ താഴെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ കയ്യിൽ ഓർഗാനോ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടൊന്ന് വഴറ്റുന്നുണ്ട്. പിന്നീട് 1 ടേബിൾ സ്പൂണ് കെച്ചപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കെച്ചപ്പൊക്കെ നമ്മൾ എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റിയുടെ അളവ് അനുസരിച്ച് കൂട്ടുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ സ്ട്രിപ്പ് കണക്കെ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ദോശ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒനിയനാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കണം. ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. അതേപോലെ ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂണ് വെള്ളമോടെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് ആവി കയറണം. 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ആവി കയറണം. അത് കഴിഞ്ഞിട്ട് അടപ്പൊക്കെ മാറ്റിയിട്ട് നമുക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ വാങ്ങുന്നതിന് മുമ്പ് ഒരു ശകലം നാരങ്ങ നീരും അതുപോലെ മല്ലി ഇലയുടെ ചോപ്പ് ചെയ്ത മല്ലി ഇലയുടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്.
ശരിക്കും നമ്മളത് പറഞ്ഞാലേ അറിയത്തുള്ളൂ ദോശയാണെന്ന്. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണിത്. പിന്നെ നമുക്ക് ഇതിനകത്ത് വേവിച്ച് ചെറിയ ചെറിയ പീസുകളാക്കി ചിക്കൻ ഇട്ട് കൊടുക്കാം, അതുപോലെ മുട്ട സ്ക്രാമ്പിൾ ഇട്ട് കൊടുക്കാം. നമ്മുടെ ആവശ്യമനുസരിച്ച് നമുക്ക് വെജിറ്റബിളൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് ഇതിനകത്ത്. അങ്ങനെ അധികം വന്ന ദോശ കൊണ്ട് ഒരു അടിപൊളി റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ദോശയായിരിക്കും നമ്മൾ മിക്ക വീടുകളിലും. അപ്പോൾ അധികം വരുന്ന ദോശ ഇതുപോലെ എടുത്തു വെച്ചിട്ട് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അവർക്ക് അത് ദോശയാണെന്ന് പോലും അറിയാതെ തന്നെ അത് അവർ കഴിക്കുകയെ. വന്ന ദോശ ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്തിട്ട് അത് ഫ്രീസറിൽ വെച്ചു. ഓവർനൈറ്റ് നമുക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടാക്കി അത് ഫ്രീസറിൽ വെച്ചിട്ട് വൈകിട്ടാണെങ്കിലും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് അതെല്ലാം ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കുന്നുണ്ട്. ഒരു പാൻ വെച്ചു. പാൻ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന പാത്രം ഒരു പരന്ന ഒരു കടായിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇതുപോലെ ഫ്രൈ എടുക്കുന്ന സമയത്ത് കുഴിയുള്ള കടായി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കുഴിയുള്ള കടായി എടുക്കുന്ന സമയത്ത് നമുക്ക് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതിയാവും. നന്നായി ചൂടായി വരണം. അങ്ങനെ നന്നായിട്ട് തന്നെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ദോശ ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്ത് അതെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് കനം കുറഞ്ഞ ദോശയായിരിക്കണം കൂടുതലും ഇങ്ങനെ ഫ്രൈ ചെയ്യാനായിട്ട് കൊള്ളാവുന്നത്. ഇങ്ങനെ ദോശ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം നല്ല ഹൈയിലായിരിക്കണം, അല്ലെങ്കിൽ ഈ ദോശ അങ്ങ് ഓയിൽ കുടിക്കും. അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് നല്ല ഫ്ലെയിമിലിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. അതുപോലെ ദോശ ഫ്രൈ എടുത്തിട്ട് പിന്നെ ചോപ്പ് ചെയ്ത സവാള അതുപോലെ തക്കാളിയൊക്കെ ഇട്ട് ചാട്ട് മസാലയുടെ രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അധികം വന്ന ദോശമാവാണ് എടുത്തിരിക്കുന്നത്. ദോശമാവിലോട്ട് 1 ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നു. അതുപോലെ കുറച്ച് വിനീഗറൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ദോശമാവിലോട്ട് 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ കുറച്ച് വിനീഗറൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ഒരു 3-4 തുള്ളി ഉജാലയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒഴിക്കുന്ന സമയത്ത് വിനീഗരി വന്ന ദോശമാവ് കുറച്ചേ ഉള്ളൂ എങ്കിലും അത് കളയരുത്. നമുക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് വീട്ടമ്മമാർക്ക്. പിന്നീട് 3-4 തുള്ളി ഉജാലയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നു. ആ സമയത്ത് കാണാവുന്നതാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് അത് നന്നായിട്ട് പതിഞ്ഞു പൊങ്ങി വരുന്നതായിട്ട് കാണാവുന്നതാണ്. ഇത് നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ്. നമുക്ക് പല രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്, കുപ്പി ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകി കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കിയ ആ മിക്സ് ആ ഗ്ലാസ്സിലോട്ടെല്ലാം ഒന്ന് തൂത്ത് പുരട്ടി എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് കഴുകിയെടുക്കാം.
ഇപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ലതായിട്ട് തന്നെ വെട്ടിത്തിളങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഉള്ള ഗ്ലാസും പാത്രങ്ങളും ഒക്കെ നമുക്ക് ഇതുപോലെ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴുകാവുന്നതാണ്. ഇങ്ങനെ പാത്രം കഴുകാൻ മാത്രമല്ല, നമ്മുടെ വാഷ് ബേസിന്, സിങ്ക്, അതുപോലെ ബാത്റൂമിൽ ടൈൽസ് ഒക്കെ കഴുകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ സൊല്യൂഷൻ ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ്. ഉണ്ടാക്കിയ സൊല്യൂഷൻ അധികം വന്നത് ഞാൻ ഇനി ബാത്റൂം കഴുകാനാണ് ഉപയോഗിക്കുന്നത്. ബാത്റൂമിൻ്റെ ടൈൽസും ഫ്ലോറും ഒക്കെ കഴുകുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ടിപ്സും റെസിപ്പീസും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക, അതുപോലെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സ് ഒന്ന് ഷെയർ കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷൻ കൂടെ നിന്നെ വിളിച്ച് ചെയ്ത് വെക്കുക. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.